ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ അറേൻ്റെ മാപ്പ് മെത്തേഡിനെ കുറിച്ചാണ് ഉള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി വർക്ക് ലൈഫിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മെത്തേഡാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ മാപ്പ് മെത്തേഡ്. അപ്പം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിന് കുറേ കോമ്പണൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ യൂസ് കേസസ് എന്തൊക്കെയാണ്, എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ വിത്ത് പ്രോപ്പർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പം ഇൻട്രൊഡക്ഷൻ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം MDN വെബ് ഡോക്സിൽ എന്താണ് മാപ്പ് ഫംഗ്ഷനെ പറ്റി പറഞ്ഞിരിക്കാൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ അവരെ നോക്കാം. The map method of array instances create a new array populated with the result of calling a provided function on every element in the calling array. എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ ഫസ്റ്റ് വായിച്ചപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിളിന് വേണ്ടി ഞാൻ VS കോഡ് യൂസ് ചെയ്തിട്ടുണ്ട്, കോഡ് എഡിറ്റർ. ഞാൻ ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. എന്താ കൊടുക്കുക? മാപ്പ് മെത്തേഡ് .js. ഓക്കെ, അപ്പോൾ മാപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് വേണം? ഒരു അറേ വേണം. ഞാനൊരു നമ്പേഴ്സ് അറേ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ 1 2 3 4 5. അപ്പം എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ നമ്പേഴ്സിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് പുതിയൊരു അറേയിലേക്ക് കിട്ടണം. അപ്പം എൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്: 1 4 9 16 25. അപ്പോൾ ഇതായിരിക്കും ഈ ഓരോ എലമെൻറ്റിൻ്റെ സ്ക്വയർ. അതെനിക്ക് പുതിയൊരു അറേയിലേക്ക് കിട്ടണം. അപ്പം ഇത് മാപ്പ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നമ്പേഴ്സ് ഡോട്ട് മാപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇൻവോക്ക് ചെയ്യും. ഇനി മാപ്പ് ഇവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനും അതേപോലെ ദിസ് ആർഗുമാണ് നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കുക. അത് നിങ്ങൾ ഈ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ താഴെ സിൻടാക്സ് ഉണ്ട്. അപ്പോൾ മാപ്പ് കോൾ ബാക്ക് ഫംഗ്ഷൻ ആൻഡ് ദിസ് ആർഗ്. ഫസ്റ്റ് നമുക്ക് ഈ കോൾ ബാക്ക് ഫംഗ്ഷനെ പറ്റി പറയാം, അത് കഴിഞ്ഞിട്ട് ദിസ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ കോൾ ബാക്ക് ഫംഗ്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക, സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ. എന്നിട്ട് ഈ ഫംഗ്ഷൻ എടുത്തിട്ട് ഈ മാപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഈ അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ കോൾ ബാക്ക് ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റ് കിട്ടും. ആ ആർഗ്യുമെൻ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ ഉള്ള കറണ്ട് എലമെൻറ്റ്, മറ്റേത് ആ കറണ്ട് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്, പിന്നെ ഇത് കോളിംഗ് അറേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എലമെൻറ്റ്, ഇവിടെ ആ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്, പിന്നെ എവിടെയാണോ മാപ്പ് മെത്തേഡ് വിളിച്ചത് ആ ഈ ഒരു അറേ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്പേഴ്സ് അറേ ആയിരിക്കും ഈ അറേ എന്ന് പറഞ്ഞാൽ. അപ്പം അത് ഞാൻ ഡിബഗ് ചെയ്തിട്ട് കാണിച്ചു തരാം, അപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് വേണ്ടത് സ്ക്വയറാണ്. അപ്പം സ്ക്വയർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ റിസൾട്ട് എന്ന് ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ എലമെൻറ്റ് ഇൻറ്റു എലമെൻറ്റ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് റിട്ടേൺ ദിസ് റിസൾട്ട്. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് ലോഗ് ചെയ്ത് നോക്കാം. ലോഗ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഡിബഗ് ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഡിബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇട്ടു. ഇവിടെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ, ഒരു കോഡ് എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ ആ ഈ ഒരു പോയിന്റിൽ കോഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് ലൈനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മാനുവലി കോഡിനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യാനും ഡിബഗ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അപ്പം ഇതിവിടെ മാപ്പ് ഞാൻ വിളിച്ച് മാപ്പ് കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിക്കും. അതുകൊണ്ട് ഞാൻ കോൾ ബാക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിലും ഒരു ബ്രേക്ക് പോയിന്റ് ഇട്ടു. എന്നിട്ട് ഇവിടെ റൺ ആൻഡ് ഡിബഗ് ക്ലിക്ക് ചെയ്യുക. റൺ ആൻഡ് ഡിബഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിൽ ഈ ബ്രേക്ക് പോയിന്റിൽ വന്നതിന് ശേഷം നിങ്ങളിവിടെ സ്റ്റെപ്പ് ഓവർ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം ഈ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞ പോലെ, കോൾ ബാക്ക് ഫംഗ്ഷൻ എലമെൻറ്റ് ഇൻഡെക്സ് അറേ, ആ 3 ആർഗ്യുമെൻ്റാണ് ആ കോൾ ബാക്ക് ഫംഗ്ഷന് കിട്ടുന്നത്.
3 ആർഗ്യുമെൻ്റാണ് നമ്മളിവിടെ പാസ് ചെയ്തത്. ഈ സെയിം സാധനം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എലമെന്റ്, ഇൻഡെക്സ്, അറേ. അപ്പം ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ തവണ ഞാനിവിടെ സ്റ്റെപ്പ് ഓവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒന്നാമത്തെ ടൈമിൽ, അതായത് ഒന്നാമത്തെ ഇറ്ററേഷൻ, ഒന്നാമത്തെ ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിക്കുന്ന ടൈമിൽ അതിൻ്റെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് എന്ന അറേയിലുള്ള ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എലമെന്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തത്. അതിൻ്റെ ഇൻഡെക്സ്, അതായത് ഈ എലമെന്റിന്റെ ഇൻഡെക്സ് ഈ നമ്പേഴ്സ് എന്ന അറേയിൽ ഏതാ 0 ആണ് വരിക. അപ്പം എലമെന്റ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1. അത് ഞാൻ എന്ത് ചെയ്തു, റിസൾട്ട് എന്ന് പറഞ്ഞാൽ വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1. ഇനി ഞാൻ രണ്ടാമത്തെ എലമെന്റിലേക്ക് പോവാണ് ഈ നമ്പേഴ്സ് അറേയിൽ. അപ്പം ഇവിടെ എലമെന്റ് എന്തായി, 2 ആയി. ഇൻഡെക്സ് 1 ആയി. ഇൻഡെക്സ് 1 എന്ന് പറയുമ്പോൾ 0, 1. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ ഈ റിസൾട്ട് തന്നെ കോൺസ്റ്റന്റിൽ സ്റ്റോർ ചെയ്തു, റിട്ടേൺ ചെയ്തു. ഇനി മൂന്നാമത്തെ എലമെന്റ്, അതിൻ്റെ ഇൻഡെക്സ്, സെയിം പ്രോസസ്സ് തന്നെ പോവും, റിസൾട്ട് റിട്ടേൺ ചെയ്യും. പിന്നെ നാലാമത്തത് എലമെന്റ്, അതിൻ്റെ ഇൻഡെക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അറേ എന്ന് പറഞ്ഞാൽ ഓൾവേസ് അത് മാറില്ല. നിങ്ങൾ എവിടെയാണോ വിളിച്ചത് സെയിം അറേ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. പക്ഷെ ഇത് എന്തിനാന്ന് വെച്ചാൽ ചില സെനാരിയോയിൽ നിങ്ങൾക്ക് ഈ മാപ്പ് മെത്തേഡിൻ്റെ ഉള്ളിൽ ഈ അറേ ആക്സസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ നടത്തേണ്ടി വരും. ഈ ഒരു കേസിൽ ഇത് യൂസ് ആവും. അപ്പം നാലാമത്തെ എലമെന്റ് കഴിഞ്ഞു, അത് റിട്ടേൺ ചെയ്തു. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ റിട്ടേൺ വാല്യൂ ഇവിടെ കണ്ടില്ലേ, 16. ഈ റിട്ടേൺ വാല്യൂ ഓരോ തവണ ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ ഒരു റിസൾട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ അത് പുതിയൊരു അറേയിലേക്ക് പുഷ് ചെയ്ത് വെക്കുക. അത് ആ അറേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അത് മാപ്പ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. മാപ്പ് ഇന്റേണലി ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഓരോ തവണ നിങ്ങൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന സമയത്തും അതിൻ്റെ വാല്യൂ എടുത്തിട്ട് പുതിയൊരു അറേയിലേക്ക് ഇടും. അപ്പം ഇനി അടുത്ത എലമെന്റിലേക്ക് പോവാം. അപ്പോൾ എലമെന്റ് 5, ഇത് ലാസ്റ്റ് എലമെന്റ് ആണ്, ഇൻഡെക്സ് 4. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ കോൾ ചെയ്തത് അങ്ങോട്ടേക്ക് തന്നെ പോകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റിട്ടേൺ വാല്യൂ എല്ലാം പുതിയൊരു അറേയിലേക്ക് ഞാൻ ഇന്റേണലി അത് മാപ്പ് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓരോ തവണ ഈ ഒരു കോൾ ബാക്ക് വിളിച്ച് അതിൻ്റെ റിസൾട്ട് എടുത്തിട്ട് പുതിയൊരു അറേയിലേക്ക് പുഷ് ചെയ്തിടും. ആ അറേ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മാപ്പ് ഇവിടെ വിളിച്ചെടുത്ത് റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ പറ്റും. അപ്പം നോഡ് മാപ്പ് മെത്തേഡ് അപ്പോൾ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, 1, 4, 9, 16, 25 എല്ലാത്തിൻ്റെയും സ്ക്വയർ കിട്ടി. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഒന്നുകൂടി പറയാം, ഓരോ തവണ ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും അത് ഇതിൻ്റെ ഉള്ളിൽ പോയി ഏത് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യുന്നത് ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ പുതിയൊരു അറേയിലേക്ക് പുഷ് ചെയ്യും. അങ്ങനെയാണ് ഈ അറേ ഇവിടെ അവസാനം നമുക്ക് ഈ റിസൾട്ട് അറേ ഫോം ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ദിസിൻ്റെ വാല്യൂ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം കോൾ ബാക്ക് ഫംഗ്ഷൻ കോൾ ബാക്ക് അല്ല, മാപ്പ് ഫംഗ്ഷൻ ദിസ് ആർഗ് എന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഓപ്ഷണലി എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ദിസ് ആർഗ് ഓപ്ഷണൽ. അതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കണ്ടില്ലേ, എലമെന്റ് നമ്മളിവിടെ ഒരു എക്സ്പ്രഷൻ എഴുതി അതിൻ്റെ റിസൾട്ട് എടുത്ത് ഇവിടെ കൊടുക്കുന്നു. ഇപ്പം വലിയ വലിയ പ്രൊജക്റ്റുകളിൽ ഇപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു നമ്പറിൻ്റെ സ്ക്വയറോ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മെത്തേഡ്സൊക്കെ ഒരു സെപ്പറേറ്റ് ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്തിട്ട് അത് വേണ്ട സമയത്ത് നമ്മൾ കോൾ ചെയ്യും. അപ്പോൾ യൂട്ടിൽസ് ഫംഗ്ഷനൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറൊരു ഫയലിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് യൂസ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സെനാരിയോ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു
സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഒരു ഫംഗ്ഷൻ ഓൾറെഡി നിങ്ങൾ ആപ്ലിക്കേഷനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മാത്ത് മെത്തേഡിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യണം. ആ ഈ ഒരു കേസിൽ ഈ ദിസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതിവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു യൂട്ടിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. യൂട്ടിൽ ഒബ്ജക്റ്റ്. ഈ യൂട്ടിൽ ഒബ്ജക്റ്റിൽ എനിക്കൊരു മെത്തേഡ് ഉണ്ട്, ഫൈൻഡ് സ്ക്വയർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡ്. ഇത് മെത്തേഡ് ഒരു നമ്പർ ആക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് റിട്ടേൺ ചെയ്യുന്നത് നമ്പർ ഇൻറ്റു നമ്പറാണ്. ഓക്കെ, ഇനി ഈ ഒരു യൂട്ടിൽ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഈ മാപ്പിൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ദിസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഈ എലമെൻറ്റിൻ്റെ എലമെൻറ്റിന് പകരം നിങ്ങൾക്ക് ഇതിനെ ദിസ് ഡോട്ട് ഫൈൻഡ് സ്ക്വയർ ഓഫ് എലമെൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം റിസൾട്ടാണ് ഔട്ട്പുട്ടിൽ വരിക. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ കോഡ് നോഡ് മാപ്പ് മെത്തേഡ് ഡോട്ട് ജെഎസ് കണ്ടോ, 149 16 25 സെൻസ്. അപ്പം ഈ ഒരു യൂസ് കേസിൽ നിങ്ങൾക്ക് യൂട്ടിൽസ് മെത്തേഡ്സ് ഓൾറെഡി ഡിഫൈൻ ചെയ്തു, അത് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫംഗ്ഷൻ്റെ ദിസ്സായിട്ട് വരണം, എന്നിട്ട് അതിൽ മെത്തേഡ്സ് യൂസ് ചെയ്യണം. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഈ ദിസ് ആർഗ് എന്ന് പറഞ്ഞ ആർഗ്യുമെൻ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ദിസ്സിനെ പറ്റി ഞാൻ കൂടുതൽ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം അത് ഒരുപാട് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ദിസ്സിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അത് പ്രോപ്പറായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, കാരണം അത് കുറച്ച് കൺഫ്യൂസ് ഉള്ള ഒരു സാധനമാണ് ജാവാസ്ക്രിപ്റ്റിൽ. അതുകൊണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു അറേയിൽ നമുക്ക് എത്ര എലമെൻ്റ് ഉണ്ട്? 1 2 3 4 5 5 എലമെൻ്റ് ഉണ്ട്. ഇപ്പം ഇവിടെ എവിടെയെങ്കിലും ഞാനൊരു എംപ്റ്റി എലമെൻ്റ് പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കുക. ഈ എംപ്റ്റി എലമെൻ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാപ്പ് ഈ കോൾ ബാക്കിൽ ഈ ഒരു പ്ലേസിൽ എത്തുമ്പം ഇത് സ്കിപ്പ് ചെയ്യും, ഈ ഒരു വാല്യൂ എടുക്കില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ഒന്നുകൂടി കൺസോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എംപ്റ്റി ഐറ്റം എന്ന് കാണാൻ പറ്റും. കാരണം ഈ ഒരു ഫീൽഡ് അത് എടുക്കില്ല, എററും ത്രോ ചെയ്യില്ല, അത് അങ്ങനെ തന്നെ ഇടും, അതിലൊരു ഇതും എടുക്കില്ല. അപ്പം ഇത്തരം ഒരു അറേക്ക് പറയുന്ന പേരാണ് സ്പാർസ് അറേ. അത് നിങ്ങൾക്ക് ഇത് ഡോക്യുമെന്റേഷനിലൂടെ കാണാൻ പറ്റും. സ്പാർസ് അറേ ആണ് ഇത്തരം അറേക്ക് പറയുന്ന പേര്. ഓക്കെ, അപ്പോൾ അത് മൈൻഡിൽ വെക്കുക. ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ ചിലപ്പം ചോദിച്ചാൽ എന്താണ് സ്പാർസ് അറേ എന്ന് പറഞ്ഞാൽ, അതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു എംപ്റ്റി സ്പേസ് ഒരു അറേയിൽ ഉണ്ടാവും, അവിടെ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു അറേനാണ് സ്പാർസ് അറേ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം കമൻറ്റ് ബോക്സിൽ അത് ഇടാം. അപ്പം എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഒരു ജാവാസ്ക്രിപ്റ്റ് മെത്തേഡായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.